നമസ്കാരം. എനിക്ക് നിങ്ങളെയോ നിങ്ങൾക്ക് എന്നെയോ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മളൊരു സ്ഥിരം അതിഥിയാണ്. എത്രയോ വർഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വന്നിട്ട് ഞാൻ ചെയ്യുന്ന സിനിമയിലെ കഥാപാത്രങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താറുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ റുപ്പിക്ക് ശേഷം എന്നെ ഏറ്റവും കൂടുതൽ ആശ്ചര്യപ്പെടുത്തിയ ഒരു സിനിമയുടെ ലൊക്കേഷനിലാണ് ഞാൻ നിൽക്കുന്നത്. അവിചാരിത എന്ന് പറയുന്ന ഒരു ചിത്രത്തിലാണ്. അതിൻ്റെ സംവിധായകൻ ഷാനവാസ്, അതുപോലെ തന്നെ എൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് അജയ് മേനോൻ. ഇവരെൻ്റെ അടുത്ത് ഈ സ്ക്രിപ്റ്റ് പറയുമ്പോൾ ഇതിനു മുൻപ് അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടത് ഈ ഷാനവാസ് ഫിലിം ഫെസ്റ്റിവലിനൊക്കെ ഷോർട്ട് ഫിലിമിനൊക്കെ അവാർഡ് കിട്ടിയിട്ടുള്ളതാണ്. 95 സെൻറ്റിമീറ്റേഴ്സ് എന്ന ഒരു ഷോർട്ട് ഫിലിമുണ്ട്, അതുപോലെ തന്നെ എഗ് ആൻഡ് അബി. ഈ രണ്ട് ചിത്രങ്ങൾ എന്നോട് സജസ്റ്റ് ചെയ്തു. അപ്പോൾ ഇത് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ 95 സെൻറ്റിമീറ്റേഴ്സിൽ നായകനായിട്ട് അഭിനയിക്കുന്നത് മണികണ്ഠൻ പട്ടാമ്പിയായിരുന്നു. അപ്പം ഞാൻ വളരെയൊന്നും ആഗ്രഹിക്കാത്ത ഒരാളാണ്. പക്ഷേ അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ മണികണ്ഠൻ പട്ടാമ്പി ചെയ്ത ക്യാരക്ടർ എനിക്കൊന്ന് കിട്ടിയിരുന്നെങ്കിൽ ആ 95 സെൻറ്റിമീറ്റേഴ്സ് ഇനിയും കാണാത്തവർ നെറ്റിൽ കാണുക. അത്രയ്ക്ക് ഞാൻ തമാശയിൽ റിസർച്ച് നടത്തുന്ന ഒരാളാണ്. കോമഡി പ്രോഗ്രാമിൻ്റെ ജഡ്ജാണ്. തമാശ പടങ്ങളിൽ ഭാഗമായിട്ടുണ്ട്. സീരിയസ് കഥാപാത്രങ്ങൾ വില്ലൻ റോളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും അവിസ്മരണീയമായ ഒരു മുഹൂർത്തമാണ് ഈ ചിത്രത്തിൽ ഞാൻ അഭിനയിക്കുന്നത്. രഞ്ജിയേട്ടൻ്റെ ഇപ്പോൾ കടൽ കടന്ന് മാത്തുക്കുട്ടി എന്ന മമ്മൂക്കയോടൊപ്പം അഭിനയിച്ചതിന് ശേഷമാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ രഞ്ജിയേട്ടൻ്റെ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഡയറക്ടോറിയൽ, ബാക്കി ആരും മോശം എന്നല്ല ഞാൻ പറയുന്നത്, ഏറ്റവും കൂടുതൽ ഞാൻ കറക്റ്റ് സിങ്കാവുന്ന ഒരു ഡയറക്ടർ ഷാനവാസ്. ഞാൻ തൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ആളാണ്, നുണ പറയാൻ പാടില്ല എന്നാണ്. അതുകൊണ്ട് ഞാൻ തൊണ്ടുകൊണ്ട് സത്യം മാത്രമേ പറയാവൂ. അതുകൊണ്ട് പറഞ്ഞ് മറ്റുള്ളവരാരും മോശക്കാരായിട്ടല്ല, എല്ലാവരും എനിക്ക് അനുഗ്രഹങ്ങൾ തന്നിട്ടുള്ളതാണ്. പക്ഷേ കറക്റ്റ് സിങ്കാവുന്നത് രഞ്ജിയേട്ടൻ അങ്ങനെ ഒരു പ്രാവശ്യം പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ചെയ്യും, അത് കറക്റ്റാണെന്ന് പറയും. സെക്കൻഡ് ടേക്കോ തേർഡ് ടേക്കോ പോകാറില്ല. അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെ ഷാനവാസ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നൊരു ഫയർ തോന്നിച്ച ഒരു പയ്യനാണ് ഷാനവാസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിത്രത്തിൽ അവിചാരിതമായിട്ട് എന്നെ കാസ്റ്റ് ചെയ്തത് എൻ്റെ ഭാഗ്യം തന്നെയാണ്. വെറും 4-5 പേരാണ് ഇതിൻ്റെ അകത്ത് അഭിനയിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ സ്ക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നൊരു ഇതിന് പുകഴ്ത്തുകയല്ല, ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിനൊക്കെ കാണുന്ന രീതിയിലുള്ളൊരു ട്രീറ്റ്മെൻറ്റും തീർച്ചയായിട്ടും ഇത് നിങ്ങൾ സ്വീകരിക്കുന്നുള്ള യാതൊരു സംശയവുമില്ല. എക്കാലത്തും എന്നെ നിങ്ങൾ അനുഗ്രഹിച്ചിട്ടുണ്ട്. നിങ്ങളിലൂടെയാണ് ഞാൻ വളർന്നു വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ അവിചാരിതയ്ക്ക് ഞാൻ ഒരു 100 അല്ല, ഒരു 250% ഗ്യാരണ്ടി തരികയാണ്. തിയേറ്ററിലാണ് നിങ്ങൾ പോയി കണ്ടത്. ഈ ചിത്രം ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ DVD കണ്ടു എന്ന് പറയരുത്. അപ്പോൾ എല്ലാവരും നിങ്ങളിലൂടെ വളർന്നു വന്ന ഈ കലാകാരൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ മുടക്കുന്ന കാശിന് ഒരു കുറവും വരില്ല. അത് ദൈവത്തെ തൊട്ട് തന്നെ സത്യം ചെയ്തുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു. വീണ്ടും കാണാം.